Assalamualaikum. വെൽക്കം ബാക്ക് ടു അവർ YouTube channel. ഇവിടെ നോക്കിസു പഠിച്ച കുറച്ച് ബുക്സ്. എനിക്ക് പനി, അതുകൊണ്ടാ ചുമക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ? ഉക്കാഷൻ. ഓക്കെ. ഉക്കാഷൻ. ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ആമിന. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എന്ത് കോണ്ടന്റ് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് കമൻറ്റ്സ് കണ്ടത്. അപ്പോൾ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, മൈ ബുക്ക് കളക്ഷൻ. അപ്പോൾ എല്ലാ റീഡേഴ്സിനെയും പോലെയും എൻ്റെ ഒരു ഡ്രീമാണ് ഒരു ചെറിയ മിനി ലൈബ്രറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്സൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് ബുക്സും ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ കുറേ ബുക്സൊക്കെ എൻ്റെ സിസ്റ്റർ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് ജസ്റ്റ് ബുക്കിൻ്റെ ഓർഡർ, പിന്നെ അതുപോലെ തന്നെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഓരോ ബുക്സിൻ്റെയും വായിച്ച് കഴിഞ്ഞിട്ട് ഓരോ റിവ്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ബുക്സ് മേടിക്കുന്നത് TVM പാളയം ആ ഒരു ബുക്ക് സ്ട്രീറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പം അവിടെയാണെന്ന് വെച്ചാൽ കുറേ കടകളുണ്ട്. അപ്പം അവിടെ നിന്നാണ് കൂടുതൽ ബുക്സ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അവിടുത്തെ ബുക്ക് സ്റ്റോറിൽ പോയിട്ടുള്ളവരൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് ബുക്സും കാണും. അത് നമ്മൾ ഈ ലിറ്ററേച്ചർ മാത്രമല്ല, സ്റ്റഡി ഓറിയൻറ്റഡ് ആണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിൻസ് വേണ്ടിയിട്ടാണെങ്കിലും. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ബുക്സ് എന്ന് പറയുന്നത് അവിടെ പേപ്പർ ബാഗ്സും കോപ്പിയും എല്ലാം ഒരുപാട് കാണും. പക്ഷെ മലയാളം ബുക്സിലോട്ട് വരുമ്പോഴത്തേക്ക് കൂടുതലും ഒറിജിനൽ ബുക്സാണ് അവർ സെല്ല് ചെയ്യാറുള്ളത്. കോപ്പീസ് അങ്ങനെ കാണാറില്ല, റെയർ ആയിട്ട് വല്ലതും കാണത്തതേ ഉള്ളൂ. കൂടുതലും ഇംഗ്ലീഷിൻ്റെത് മിക്കുള്ളതും കോപ്പീസ് ഒരുപാട് കാണും. പക്ഷേ മലയാളത്തിൻ്റെതിലോട്ട് വരുമ്പോഴത്തേക്ക് ഒറിജിനൽ കോപ്പീസ് തന്നെയാണ് അവർ സെല്ല് ചെയ്യുന്നത്. നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ ബൾക്കായിട്ടൊക്കെ നമ്മൾ ബുക്സ് മേടിക്കണം. ഞാൻ ബൾക്കായിട്ടാണ് കൂടുതലും ബുക്സ് മേടിക്കാറ്. ബൾക്കെന്ന് പറയുമ്പോൾ ഒരുപാടല്ല, ഒരു 6 ബുക്സ് അങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബുക്കിലോട്ട് പോവാം. ഇതാണ് ഫസ്റ്റ് ബുക്ക്, ഹാർപ്പർ ലീയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്നത്. ഇത് ഞാൻ TVM പാളയം ബുക്ക് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇത് ഒറിജിനൽ കോപ്പിയായിട്ട് എന്ന് പറയുന്നത് ഒരു സദേൺ ഗോത്തിക് നോവലാണ്. പിന്നെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിത് വായിച്ചിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഇതിന് വായിക്കണം. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഹരീന്ദർ സിക്കയുടെ കാലിംഗ് സെഹ്മത്ത് എന്ന് പറയുന്ന ബുക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ റാസി ഫിലിം ഇല്ലേ, ഈ ബുക്കിൻ്റെ അഡാപ്റ്റേഷൻ ആണ് റാസി ഫിലിം എന്ന് പറയുന്നത്. നമ്മുടെ ആലിയ ഭട്ട് ആൻഡ് വിക്കി കൗശലിൻ്റെ റാസി എന്ന് പറയുന്ന ഫിലിം. ഇതെന്ന് പറയുന്നത് റിയൽ ഇവൻറ്റ്സ് ആണ്, യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ഞാൻ ഫിലിം കണ്ടിട്ടില്ല, പക്ഷേ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. സെയിം ആ ഒരു ഫിലിമിലുള്ളതുപോലെ തന്നെയാണ്. ക്ലൈമാക്സിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഫ്രെഡറിക് ബാഗ്മാൻ്റെ എ മാൻ കാൾഡ് ഓവ് എന്ന് പറയുന്നതാണ്. ഇതും ഒരു ഫിലിമായിട്ട് മാറിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എ മാൻ കാൾഡ് ഓവ് എന്ന് തന്നെയാണ് ഫിലിമിൻ്റെ പേര്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ടൈറ്റിലായിട്ട് എ മാൻ കാൾഡ് ഓട്ടോ എന്നും പറഞ്ഞിട്ടും ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ, സ്റ്റോറിയൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു. ഞാൻ അത് വായിച്ചിട്ടില്ല, ഇത് തന്നെയാണ് വായിച്ചിട്ടുള്ളത്. ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബുക്കാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോറി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, എന്താ പറയുന്ന, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നല്ലൊരു റിലേഷനിലിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പെട്ടെന്ന് വൈഫ് മരിച്ചു പോകുന്നു. അപ്പം പുള്ളിക്കാരന് ഹസ്ബൻഡിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കുറേ സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സർവൈവ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ഈ സ്റ്റോറിയിലുള്ള ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി എക്സ്ട്രാ ഇൻട്രോവേർട്ടാണ്. അതായത് ആരോടും മിണ്ടാനായിട്ട് താല്പര്യം കാണിക്കാത്തൊരു വ്യക്തിയാണ്. വീട്ടിൽ ആരും വരുന്നത് പോലും പുള്ളിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇതിനകത്തൊരു ക്യാറ്റ് ഉണ്ട്. ഈ ക്യാറ്റിനെ പോലും പുള്ളിക്ക് ആദ്യമേ ഇഷ്ടമല്ല. പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ക്യാറ്റുമായിട്ട് ഭയങ്കര ഒരു ബോണ്ട് പുള്ളി ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ക്യാറ്റിൻ്റെ പിക്ചറൊക്കെ കൊടുത്തേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു ബുക്കാണിത്, എല്ലാവരും വായിച്ചിരിക്കേണ്ട. ലോൺലെസ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് ബുക്കാണിത്. പിന്നെ കുറച്ച് കോമഡിയാണ്, കുറച്ച് ഫണ്ണി എലമെൻസും കൂടെ ആ ബുക്കിനകത്തുണ്ട്. കൂടുതലും ഫണ്ണി എലമെൻറ്റ്സ് കുറച്ചധികം ഉണ്ട്. ദ നെക്സ്റ്റ് ബുക്ക് ഈസ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ്. പുള്ളിക്കാരിക്ക് 1997 ബുക്കർ പ്രൈസ് വാങ്ങിച്ചു കൊടുത്ത ബുക്കാണ് അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇത് ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പം ഒരു കേരള ബേസ്ഡ് സ്റ്റോറി തന്നെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. റിയൽ ഇവൻറ്റ്സ് ഒക്കെയാണ് ഭയങ്കരമായിട്ട്, എന്താ പറയുന്ന, ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പം കുറച്ച് പോലും ഡ്രാമ അങ്ങനെ ഒരു സംഭവമില്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ള ബുക്കാണ്. പിന്നെ ഇത് ജുംബ ലഹിരിയുടെ ദ നെയിം സേക്ക് എന്ന് പറയുന്ന ബുക്കാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് പോലെയൊക്കെ നമുക്ക് പറയാം.
അതായത് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് പോലെയൊക്കെ നമുക്ക് ഫിക്ഷൻ ആണെങ്കിൽ പോലും ഒരു മോറൽ ഉള്ള ഒരു ഫിക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ബുക്കാണ് ദ നെയിം സേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എമിലി ഹെൻറിയുടെ ബുക്ക് ലവർ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എമിലി ഹെൻറിയുടെ ബുക്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും. അതായത് പുള്ളിക്കാരിയുടെ എല്ലാ ബുക്സും, വേറെ ബുക്സ് പറയുകയാണെങ്കിൽ ബീച്ച് റീഡ്, ദ പീപ്പിൾ വി മെറ്റ് ഓൺ വെക്കേഷൻ, ഇതൊക്കെ എന്താ പുള്ളിക്കാരിയുടെ ബുക്കാണ്. കുറച്ച് കോമിക്കാണ്, പിന്നെ റൊമാൻസ് ആണ്, ഭയങ്കര പെയിലായിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് സ്റ്റോറീസ്. പുള്ളിക്കാരിൻ്റെ എല്ലാ ബുക്സിൻ്റെയും കവർ പേജ് അടിപൊളിയാണ്. നെക്സ്റ്റ് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ് ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന് പറയുന്നത്. ഇത് എനിക്ക് കറക്റ്റ് നെയിം അങ്ങനെ അറിയത്തില്ല. ഇക്കിറോ കിഷിമി ഫുമിറ്റെ കോഗയുടെയും ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന് പറഞ്ഞ സെൽഫ് ഹെൽപ്പ് ബുക്ക്. ഇതിലൊരു ഫുൾ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ ആണ്. ഒരു യൂത്ത് അതുപോലെ തന്നെ ഒരു ഫിലോസഫർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. അതായത് ആ കോൺവെർസേഷനിലൂടെ യൂത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഫിലോസഫർ ആൻസർ ചെയ്യുന്നു, തിരിച്ച് ഫിലോസഫർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, യൂത്ത് ആൻസർ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് എന്താ പറയുന്ന, അതിലൂടെ നമുക്ക് കുറച്ച് അറിവ് കിട്ടുന്നു. അതായത് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, എല്ലാവർക്കും ബുക്ക് റീഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ TVM തന്നെ വാങ്ങിച്ചാണ്. ഇതെൻ്റെ പ്രൊഫസർ പറഞ്ഞിട്ട്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്കായിരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞിട്ട് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വാങ്ങിച്ച ബുക്കാണ്. ഇതുവരെയും ഇത് വായിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്തായാലും വായിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ 40 റൂൾസ് ഓഫ് ലവ് ബൈ എലിഫ് ഷിഫക്കിൻ്റെ. റീൽസിലൊക്കെ കുറേ ഇതിൻ്റെ ആ ഒരു ഇതിനകത്തുള്ള കോട്ട് വെച്ചിട്ട് റീൽസ് കുറേ കണ്ടു കാണും. ബുക്സ് നല്ലതാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. ജസ്റ്റ് കുറച്ച് പേജസ് ആയിട്ടേ ഉള്ളൂ. എന്താ, ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വായിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് വായിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇത് എൻ്റെ കറണ്ട് റീഡാണ്. ഇത് ഒറിജിനൽ ബുക്കാണ്. ഞാൻ ഒറിജിനൽ കോപ്പിയാണ് വാങ്ങിച്ചത്, അന്ന് TVM തന്നെ വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ സ്റ്റേഷനറി ഷോപ്പ് ഓഫ് ടെഹ്റാൻ. ഇതെന്ന് പറയുന്നത് മർജാൻ കമാലിൻ്റെ. ഇത് ഫിക്ഷൻ ആണ്, അതുപോലെ തന്നെ ഫിക്ഷൻ ആണ്, ലവ് സ്റ്റോറി ആണ്, റൊമാൻസ് ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖാലിദ് ഹുസൈനയുടെ സ്പ്ലെൻഡിഡ് സൺസിലെ മറിയം, പുള്ളിക്കാരിയായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ എന്ന് വെച്ചാൽ പ്ലോട്ട് സെയിം അല്ല, പക്ഷേ സഫറിങ്സ് ഒക്കെ ഏകദേശം സെയിം ആണ്. പിന്നെ അതിൻ്റെ കവറും ഏകദേശം സെയിം പോലെ തന്നെ. ഇതിൻ്റെ കവർ നല്ല ഭംഗിയുണ്ട്, അല്ല ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കവറാണ്. ഇതും അവിടെ TVM വായിച്ചത്. പിന്നെ അടുത്ത കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ സെറ്റ് ഓഫ് ബുക്സ് ആണ്. സെറ്റ് ഓഫ് ബുക്സ് സീരീസ് ഒന്നും അല്ല, അല്ലെങ്കിൽ ട്രിലോജി ഒന്നും അല്ല, ബട്ട് എന്താ പറയുന്നത്, ഖാലിദ് ഹുസൈനയുടെ ഫേമസ് ആയിട്ടുള്ള 3 ബുക്സാണ്. ഖാലിദ് ഹുസൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ബുക്ക് വായിക്കുന്നവരെല്ലാവരും ജസ്റ്റ് എന്താ പറയുന്ന 2 drops ഓഫ് ടീയേഴ്സ് എങ്കിലും ഉറപ്പായിട്ടും കരയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ഇമോഷണലി നമ്മളെ നല്ല രീതിയിൽ ടച്ച് ചെയ്യും. പുള്ളിയുടെ ഏത് വർക്കാണെങ്കിലും ഇമോഷണലി നല്ല രീതിയിൽ ടച്ച് ചെയ്യും. അതുപോലൊരു ബുക്കാണ് 1000 സ്പ്ലെൻഡിഡ് സൺസ്. പിന്നെ അതിൻ്റെ പോലെ തന്നെ ആൻഡ് ദ മൗണ്ടൻ എക്കോർഡ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഫേവറേറ്റ് ബുക്ക് അത് കൈറ്റ് റണ്ണർ എന്ന് പറയുന്നത്. ഈ ബുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവേ മാറ്റി. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളല്ല. കാരണം ഇതിൽ ഹസൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് അതിനെ ആ ഒരു ഇമോഷൻ കിട്ടും, വായിച്ചവർക്കറിയാം. ഹസൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ലൈഫിൽ അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല. ഫ്രം ദ ചൈൽഡ്ഹുഡ് 2 ഫ്രണ്ട്സിൻ്റെ കഥയാണ്. അമീർ ആൻഡ് ഹസൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ കഥയാണ്. അമീറാണ് കഥ പറയുന്നതെങ്കിലും ഹസനാണ് നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടർ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഉറപ്പായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ആദ്യം ഇതിൻ്റെ തന്നെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് പാളയം ബുക്ക് സ്റ്റോറിൽ ഞാൻ വാങ്ങിച്ച ബുക്ക്. അപ്പം ഇത് മാത്രമല്ല, ഇനി 2-3 ബുക്സും കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ ഫ്രണ്ട്സിന് 2-3 പേർക്ക് കൊടുത്തേക്കുവാണ്. അതിനകത്ത് ഇപ്പോൾ ഫേവറേറ്റ് എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ബുക്ക് അത് സൈലന്റ് പേഷ്യൻ്റ് എന്താ ക്രൈം ത്രില്ലറാണ്. കിളി പറത്തുന്നത്. നമ്മൾ എന്താ പറയുന്നത്, എൻഡിലൊക്കെ ക്ലൈമാക്സ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട്
ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ഉള്ളൊരു ബുക്കാണ് സൈലന്റ് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ബുക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയില്ല, ഞാൻ കാണിച്ചു തന്നേനെ. അപ്പം ഇത്രേ ഉള്ളൂ TVM പാളയം ബുക്ക് സ്റ്റോർ, അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച ബുക്സ്. അപ്പം ഇത് എൻ്റെ ഫസ്റ്റ് എവർ ഇങ്ങനത്തെ ഇരുന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ചകൾ കാണാം. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത് ഇസാനാണ്. ഇനി വാ. ഇവിടെ എനിക്ക് ബുക്ക് എടുത്ത് തരുന്ന ഇസാപ്പിയ. അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് എടുത്തെടുത്ത് തരുന്നത് ആരാ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് കളക്ഷനിലോട്ട് പോവാം. വേറെ വീഡിയോയിലോട്ട് പോവാം. എന്തോ വേറെ വീഡിയോയിലോട്ട് പോകണ്ട, നെക്സ്റ്റ് ബുക്ക് കാണിക്കാം. എന്ത് ചെയ്യാം? നെക്സ്റ്റ് ബുക്ക് കാണിക്കാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാണിച്ചു തരാൻ പോകുന്ന ഓൺലൈനായിട്ട് ഞാൻ മേടിച്ച കുറച്ച് ബുക്സിൻ്റെ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻടു ദ വാട്ടർ ആണ്. പക്ഷെ അതിൻ്റെ കയ്യിലില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ വായിക്കാൻ കൊണ്ടുപോയിട്ടാണ്. അപ്പം ആ ബുക്കാണ് ഫസ്റ്റ് ഓൺലൈനായിട്ട് മേടിച്ചത്. അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ് ദ ഗേൾ ഓൺ ദ ട്രെയിൻ. രണ്ടിൻ്റെ ഓതർ സെയിം ആണ്, പോള ഹോക്കിൻസിൻ്റെ. അപ്പം ഇതെന്ന് പറയുന്നത് എന്താ, മിസ്റ്ററി ത്രില്ലർ ആണ് രണ്ടും. ഇൻടു ദ വാട്ടർ ഞാൻ കംപ്ലീറ്റ് വായിച്ച് തീർത്തതാണ്. അതിനകത്തെന്ന് പറയുന്നത് പക്കാ മിസ്റ്ററി ത്രില്ലർ. കുറച്ച് എന്താ പറയുന്ന, കുറച്ച് നല്ല രീതിയിൽ നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. റിവ്യൂ ഞാൻ അവൾ ബുക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഉള്ളതാണ് ദ ഗേൾ ഓൺ ദ ട്രെയിൻ. ഇൻടു ദ വാട്ടർ പിന്നെ ഫിലിമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻടു ദ വാട്ടർ എന്ന് തന്നെ പേര് വെച്ചിട്ട് ഫിലിമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദ ഗേൾ ഓൺ ദ ട്രെയിനും സെയിം, ഏകദേശം സെയിം ആണെന്നാണ് തോന്നുന്നത്. മിസ്റ്ററി ആണ്, ത്രില്ലറാണ്, ക്രൈമാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൊരു പേജ് ഇന്ത്യൻ ബുക്ക് സ്റ്റോർ എന്ന് പറയുന്നത്, ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ താഴെ, ഇന്ത്യൻ ബുക്ക് സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് അഫോർഡബിൾ ആയിട്ട്. ഇത് ഒറിജിനലാണ്, സംഭവം ഒറിജിനലാണ്. ഇതും ഇൻടു ദ വാട്ടറും ഒറിജിനലാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ എനിക്ക് 300 സംതിങ്ങിനാണ് കിട്ടിയത്. ഇത് ഒരു ബുക്കിൻ്റെ വില 599 ആണ്, 600 സംതിങ് ഉണ്ട്. പക്ഷെ രണ്ടും കൂടെ എനിക്ക് മേടിച്ചപ്പോഴത്തേക്ക് 300 അല്ല, മേ ബി എനിക്ക് തോന്നുന്നു 295 സംതിങ് അത്രേ ആയിട്ടുള്ളൂ. കുറേ കാലം മുമ്പ് മേടിച്ചത്. PG പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഒരു 3 വർഷമായി. PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഇത് രണ്ടും. അപ്പോൾ കുറച്ച് അഫോർഡബിൾ ആണ്. അവരുടെ പേജ് നല്ലതാണ്. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇഫ് ഹി ഹാഡ് ബീൻ വിത്ത് മീ, ലോറ നൗളിൻ്റെ ഇഫ് ഹി ഹാഡ് ബീൻ വിത്ത് മീ എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് ഒരു പാർട്ട്ണറെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത് വായിച്ചിട്ടില്ല. ഈ ബുക്ക് എൻ്റെ ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ അവൾക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സുൽത്താന എന്നാണ് പേര്. പുള്ളിക്കാരി വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ച ഉടനെ അവൾ വായിച്ചുകൊണ്ട് പോയി. അവൾ ഫുള്ള് കംപ്ലീറ്റ് വായിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇത്ര അടിപൊളിയാണ്, വായിക്കണം എന്ന് പറഞ്ഞാൽ ഇതുവരെ വായിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അത് വായിക്കണം. ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ 99 ബുക്ക് സ്റ്റോർ എന്ന് പറയുന്ന വേറൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെ 99 ബുക്ക് സ്റ്റോർ. നെക്സ്റ്റ് ബുക്ക് ഒരു മലയാളം ബുക്കാണ്, മീര സധു, KR മീരൻ്റെ മീര സധു. ഒട്ടുമിക്ക എല്ലാവരും വായിച്ചിട്ടുള്ള ബുക്കാണ്. ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ബുക്കാണ് മീര സധു. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒറിജിനൽ പ്രൈസ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ വലിയ പ്രൈസ് ഇല്ല, 125 റുപ്പീസേ ഉള്ളൂ. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഖദീജ, നസീഫ് കലയത്തിൻ്റെ ഖദീജ. നല്ല ബുക്കാണ്. ഈ ഒറ്റ ഇരിപ്പിനാണ് വായിച്ചു തീർത്തത്. ഈ ഒരു ത്രൂ ഔട്ട് ഈ ബുക്ക് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രൊട്ടഗോണിസ്റ്റിനെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത്, എന്താ പറയുക, ലാസ്റ്റ് ആ ഒരു നഷ്ടപ്പെടൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അങ്ങറ്റം നല്ല രീതിയിൽ പോർട്രേ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല ബുക്കാണ്. ഇതെന്ന് പറയുന്നത് സുദീപ് നഗാർക്കറിൻ്റെ ഷീ സ്വൈപ്ഡ് റൈറ്റ് ഇൻ ടു മൈ ഹേർട്ട് എന്ന് പറയുന്ന ബുക്കാണ്. ഇത് ഞാൻ വായിച്ചിട്ട് ജസ്റ്റ് സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരെ എനിക്ക് ഇൻസ്റ്റയിൽ ലൈക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു റൈറ്റർ. 3 ഗേൾസിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്സ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ഒരു ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറയാം. ഹോസ്റ്റലിലൊക്കെ ഉള്ളവർക്ക് കണക്ട് ചെയ്യാൻ, ഞാൻ അങ്ങനെ ഹോസ്റ്റലൊന്നും നിന്നിട്ടില്ല. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ്. കൊള്ളാം. ഇത് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ SM കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്, പുനലൂർ SM കോളേജിൽ. അപ്പം അതിൻ്റെ താഴെയുള്ളൊരു ഗേറ്റ് തുറന്ന് ഫസ്റ്റ് കാണുന്ന ഒരു ബുക്ക് സ്റ്റോളിൽ അവിടുന്ന് വാങ്ങിച്ചതാണ്. ഇതിനായിട്ട് പോയതല്ല, ജസ്റ്റ് ഇത് കണ്ടപ്പോഴത്തേക്ക് പിക്ക് ചെയ്തതാണ്. അങ്ങനെ മേടിച്ചൊരു ബുക്ക്. അടുത്തത് ഈ 2 ബുക്കാണ്. ഈ 2 ബുക്ക് ഞാൻ പറയാൻ കാര്യം, ഇത് രണ്ടും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ബുക്ക് എക്സ്ചേഞ്ച് വഴി കിട്ടിയതാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇൻസ്റ്റയിൽ ബുക്സ് വായിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് കാണുമല്ലോ ബുക്ക്സ്റ്റഗ്രാമിൽ. അപ്പം നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ബുക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. 2 ബുക്സ് നമ്മൾ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും, 2 ബുക്സ് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത ബുക്സാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാൻ ബ്രൗണിൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് എന്ന് പറയുന്ന ബുക്ക്. പിന്നെ രണ്ടാമത്തെ ബുക്ക് ടു ക്ലോസ് ടു ഹോം. ഇത് ഫിലിം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ ട്രെയിലറൊക്കെ കണ്ടായിരുന്നു. ഇത് ഒരു ഫിലിം അഡാപ്റ്റ് ചെയ്ത് ഫിലിം ആക്കിയിട്ടുണ്ട്. ബെസ്റ്റ് സെല്ലർ, വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലർ. ഇത് കറക്റ്റ് എന്താ ത്രില്ലറാണ്, നല്ലൊരു ത്രില്ലറാണ്, മിസ്റ്ററി ത്രില്ലറാണ്. കുറേ സീക്രട്സും കാര്യങ്ങളിങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന കുറേ സീക്രട്സും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബുക്കാണിത്. ഇത് രണ്ടും എനിക്ക് ഇൻസ്റ്റയിൽ ആ ഒരു ബുക്ക് എക്സ്ചേഞ്ചിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ച കുറച്ച് ബുക്സ് ഇത്രേ ഉള്ളൂ. അതായത് ഇൻസ്റ്റാ പേജിൽ നിന്നും ആമസോൺ അങ്ങനെയുള്ള കുറച്ച് സൈറ്റിൽ നിന്നും മേടിച്ചിട്ടുള്ള ബുക്സ് ഇത്രേ ഉള്ളൂ.